ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 74/2024 മലയാളം. അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. റിമൈനിങ് വന്നിരിക്കുന്ന 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? കൂട്ടത്തിൽ പെടാത്തത് ഏത്? 16/10, 1 and 3/5, 5/8, 8/5. ഓഡ് വൺ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ 16/10 നോക്കി, 8/5 നോക്കി. എന്താ 8/5നെ ന്യൂമറേറ്റർ കൊണ്ടിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 16/10 തന്നെ കിട്ടും. സോ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ എയും ഒന്ന് തന്നെയാണ്. എന്താണ് 1 and 3/5 എന്ന് പറയുന്നത്? 1 and 3/5 എന്ന് പറയുന്ന മിക്സ്ഡ് ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? 1 into 5 plus 3 divided by 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 5 5, 5 3 8, 8/5 എന്ന് കിട്ടി. കറക്റ്റാ? 8/5. സോ 8/5 ഈസ് നത്തിങ് ബട്ട് 16/10. അപ്പോൾ നമ്മൾ നോക്കിയാൽ എന്താണ്? ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഒരേ ഫ്രാക്ഷൻ തന്നെയാണ്. അതല്ലാതെ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി മാത്രമാണ്. ദാറ്റ് ഈസ് 5/8 എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാവും? സോ ബേസിക്കലി ഈ ഒരു ചോദ്യത്തെ രണ്ട് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ചിട്ടും, രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മളൊരു മെന്റൽ മാത്തമാറ്റിക്സ് വെച്ചിട്ട്. രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരാം. സോ ബേസിക്കലി ഹസ്തദാനം ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന കോമ്പിനേഷൻ ആണ്. അതായത് 10 പേര് സി, ഒരു തവണ ക്ഷയിക്കാൻ എത്ര പേര് വേണം? 2 പേര് വേണം. 10C2. ഈ 10C2 എന്ന് പറയാം, അല്ലെങ്കിൽ NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ 10C2 എന്ന് പറയുന്നത് 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 2 എന്ന് പറയുമ്പോൾ 8 ഫാക്ടോറിയൽ എന്ന് കിട്ടും. സോ നമുക്ക് ഈ 10 ഫാക്ടോറിയലിനെ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ അപ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 8 ഫാക്ടോറിയലും 8 ഫാക്ടോറിയലും വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? 10 ഇൻറ്റു 9 90 ഡിവൈഡ് ബൈ 2 45 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ബട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഷെയ്ക്ക് ഹാൻഡുമായി ബന്ധപ്പെട്ട ആളുകൾ വന്നിട്ട് എത്ര ഷെയ്ക്ക് ഹാൻഡ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണോ അതിനോട് കൂടി അതിൽ നിന്ന് ഒരു നമ്പർ കുറച്ച്, 10ൽ നിന്ന് 1 കുറച്ചാൽ 9, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 90 ഡിവൈഡഡ് ബൈ 2 45. ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ. 7 പേരാണെങ്കിൽ എന്താണ്? 7 ഗുണം 6 ഡിവൈഡ് ബൈ 2, 7 42 ഡിവൈഡ് ബൈ 2 21. 11 പേരാണെങ്കിൽ 11 ഗുണം 10 ഡിവൈഡ് ബൈ 2 110 ഡിവൈഡ് ബൈ 2 55 ഷെയ്ക്ക് ഹാൻഡ് എന്ന് കിട്ടും. സോ അങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അല്ല പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും അറിയാവുന്നവരെ സംബന്ധിച്ച് കോമ്പിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ദാറ്റ് മീൻ ഡിസെൻഡിങ് ഓർഡറിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത്? തന്നിരിക്കുന്ന സീക്വൻസിനകത്ത് ഏറ്റവും വലിയ സംഖ്യ 145 ആണ്. അതിനുശേഷം വരുന്നത് 125 ആണ്. 125. പിന്നെ വരുന്നത് 121 ആണ്. കറക്റ്റ്. പിന്നെ വരുന്നത് 119, ദെൻ 118, 115, 105. വലുത് ചെറുതിലേക്ക് എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ 121. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, BDE, EGH, HGK എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? ബിയോട് കൂടി ബിയിൽ നിന്ന് ഇയിലേക്ക് CDE. ബിയിൽ നിന്ന് മൂന്നാമത്തെ ലെറ്റർ ആണ് ഇ എന്ന് പറയുന്നത്. ഇയിൽ നിന്ന് ഇ. FGH മൂന്നാമത്തെ ലെറ്റർ ആണ് H എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പൊ അങ്ങനെയാണ് എന്ത് വരും? എച്ചിനോട് കൂടി 3 ലെറ്റർ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? IJK. സോ സ്റ്റാർട്ടിംഗ് വിത്ത് കെ വരും. ഓക്കെ, ഡൺ. ഇനി ഇവിടെ എന്റെ സീക്വൻസ് നോക്കിയാലോ? നമ്മൾ എന്റെ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇയോട് കൂടി EFGH മൂന്നാമത്തെ ലെറ്റർ ആണ് വരിക. അപ്പം എച്ചിനോട് കൂടിയാണെങ്കിലോ HIJK മൂന്നാമത്തെ ലെറ്റർ ആണ് കെ വരിക. കെയോട് കൂടി വരുമ്പോൾ LMN. അപ്പൊ എന്താണ്? എൻ വരും. കെ ഫസ്റ്റ് കോഡ് വരും, എൻ എന്ന് പറയുന്നത് ലാസ്റ്റ് കോഡ് വരും. ഇനി അടുത്ത നടുക്കത്തെ ലെറ്ററുകൾ നോക്കിയേ. നടുക്കത്തെ ലെറ്റർ നോക്കുമ്പോൾ ഡിയോട് കൂടി കഴിയുന്ന മൂന്നാമത്തെ ലെറ്റർ DEFG മൂന്നാമത്തേത്, GHIJ. ദെൻ ജെയോട് കൂടി ആകുമ്പോൾ എന്ത് വരും? KLM.
അപ്പൊ ഇതൊരു KMN ആയിരിക്കും ഇവിടുത്തെ കോഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയും. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ഓഡ് വൺ. തന്നിരിക്കുന്നതിനകത്ത് ഓഡ് വൺ ഏതാണ്? ഇവിടെ നമ്മൾ നോക്കി 8 33 എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. 8 into 4 32, 32 plus 1 33, 12 37, 12 3 36, 36 plus 1 37, 7:22, 7 3 21, 21 plus 1 22, 15 3 45, 45 plus 1 46. അതായത് ഈ ഓപ്ഷൻ ബി സി ഡിയിൽ തന്നിരിക്കുന്ന നമ്പറിനോട് കൂടി 3 മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 1 ആഡ് ചെയ്യുന്നതാണ് അടുത്ത നമ്പർ എന്ന് പറയുന്നത്. 1 ആഡ് ചെയ്യുന്നതാണ് അടുത്ത നമ്പർ എന്ന് പറയുന്നത്. പക്ഷെ ഓപ്ഷൻ എയിൽ മാത്രം തന്നിരിക്കുന്ന നമ്പറിനോട് കൂടി 4 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 1 ആഡ് ചെയ്യുന്നതാണ് നമ്പർ എന്ന് പറയുന്നത്. സോ എന്താണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഓഡ് വൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അതായത് നമ്മൾ വിജയന്റെ പ്രായം വിജയന്റെ പ്രായം എക്സ് എന്ന് എടുത്താൽ അജയന്റെ പ്രായം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 10 എന്ന് വരും. കറക്റ്റാ? ദെൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പൊ അടുത്ത വർഷം എന്ന് പറയുമ്പോൾ വിജയന്റെ പ്രായം ഒന്നുകൂടി എക്സ് പ്ലസ് 1 ആയി, അജയന്റെ പ്രായം എന്ന് പറയുന്നത് ഒന്നുകൂടി അപ്പൊ എന്താ? എക്സ് പ്ലസ് 11 ആയി. അപ്പൊ അജയന്റെ പ്രായം എന്ന് പറയുന്നത് വിജയന്റെ പ്രായത്തിന് ഇരട്ടിയാവും. അതായത് എക്സ് പ്ലസ് 1ന്റെ ഇരട്ടിയായിരിക്കും എക്സ് പ്ലസ് 11 എന്ന് പറയുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് കിട്ടും? 2x plus 2 equal to x plus 11 എന്ന് കിട്ടി. അതായത് 2x minus x equal to 11 minus 2 that is equal to 9 എന്ന് കിട്ടി. That is x is equal to 9. അതായത് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്ത്? വിജയന്റെ പ്രായം. അപ്പോൾ വിജയന്റെ പ്രായം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 9 ആയിരിക്കും. അടുത്ത ചോദ്യം കാണുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓക്കെ, ഒന്നാമത് പറഞ്ഞ എന്താണ്? 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3 എന്ന് പറയുന്നത് 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരണം. അതായത് 9ന് മൾട്ടിപ്പിൾ ആവാൻ പാടില്ല. ബട്ട് നമ്മളിവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ 252 സംഖ്യകളെ പരസ്പരം കൂട്ടുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടുന്നതെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 5 2 7, 7 2 9. സോ നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 9 ആണ് കിട്ടുന്നത്. അതായത് 252 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അതുകൊണ്ട് 252നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും 3 ശിഷ്ടം കിട്ടില്ല. സോ ഓപ്ഷൻ എ നമുക്ക് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്പറുകളിൽ നോക്കാം. 6 4 10, 10 2 12, 12 9ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ എന്തെങ്കിലും ഒരു റിമൈൻഡർ വരാം. 6 8 14 1 15, 15 എന്ന് പറയുന്നതും 9ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഓപ്ഷൻ സി വേണമെങ്കിൽ വരാം. 6 2 8, 8 4 12, 12 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ അതുകൊണ്ട് എന്താണ്? ശിഷ്ടം നമുക്കത് വേണമെങ്കിൽ ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് നോക്കാവുന്ന 12ന്റെ കേസാണ്. ഇവിടെ 12ന് ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പർ 3ന്റെയും 4ന്റെയും മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഏതെങ്കിലും ഒരു നമ്പർ 3 കൊണ്ടോ 4 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാനായിട്ട് 3ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടുന്നതെങ്കിൽ, തന്നിരിക്കുന്ന നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടുന്നതെങ്കിൽ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ നോക്കിക്കേ, 6 4 10, 6 4 10, 10 2 12. സോ 12 ആണ്. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഉറപ്പായി. 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ, 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാനായിട്ട് അവസാനത്തെ 2 നമ്പറുകൾ നോക്കുക. അത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന അവസാനത്തെ 2 46. 46 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ അല്ല. 44 48 ആണ് 4ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ ഇതെന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ അതുകൊണ്ട് ഇത് 12ന്റെ മൾട്ടിപ്പിൾ അല്ലെന്ന് പറയാം. പക്ഷെ റിമൈൻഡർ എത്ര കിട്ടും നമുക്ക് അറിഞ്ഞുകൂടാ. ബാക്കിയുള്ള ഓപ്ഷനുകൾ നമുക്ക് നോക്കിയിട്ട് വരാം. ഇവിടെ നോക്കി 68 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. ദെൻ 8 6 14 1 15, 15 എന്ന് പറയുന്ന 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇത് 12ന്റെ മൾട്ടിപ്പിൾ. അങ്ങനെയാണെങ്കിൽ 168നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 6 റിമൈൻഡർ വരില്ല, റിമൈൻഡർ 0 ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ സി അല്ല ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 264 നോക്കിയാലോ, അവസാനത്തെ 2 അക്കം 64 ആണ്. 64 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. കറക്റ്റാ?
16 4 64 64 എന്ന് പറയുന്ന 4ന്റെ മൾട്ടിപ്പിൾ 3ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കാൻ 6 4 10 10 2 12 12 വരുമ്പോൾ ഒബിയസ്ലി എന്താണ് 3ന്റെ മൾട്ടിപ്പിൾ ആണ് സോ 4ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണ് സോ ഒബിയസ്ലി ഇത് എന്താണ് 12ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും സോ ഓപ്ഷൻ ഡി അല്ല ആൻസർ സോ ഓപ്ഷൻ എ അല്ല ഓപ്ഷൻ സി അല്ല ഓപ്ഷൻ ഡി അല്ല ഒബിയസ്ലി പിന്നെ ഏതാണ് ഓപ്ഷൻ ബി മാത്രമേ ഇവിടെ ആൻസർ ആയിട്ട് വരാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള നമ്പർ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കിട്ടുമോ നോക്കാം നോക്കേണ്ട കാര്യമൊന്നും 246 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ സൺ എന്ന വാക്ക് RTTVMO എന്ന കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം സൺ എന്ന് പറയുന്നതിനെ കോഡ് ചെയ്തിരിക്കുന്നത് എന്താണ് RTTVMO കാണുമ്പോൾ എങ്ങനെയാണ് 3 അക്കമുള്ള ഒരു വാക്കിന് 6 ലെറ്റർ കോഡ് വന്നതെന്ന് ഓർക്കും പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണ് കാരണം ഒന്നാമത്തെ ലെറ്റർ എസിന് മുമ്പുള്ള ലെറ്റർ എന്താണ് R എസിന് കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് T അപ്പൊ എസിന്റെ കോഡ് RT യുവിന് മുമ്പ് വരുന്ന ലെറ്റർ T യുവിന് ശേഷം വരുന്ന ലെറ്റർ V ഇപ്പൊ TV എന്ന് പറയുന്ന യുവിന്റെ കോഡ് എന്നിന് മുമ്പ് വരുന്ന ലെറ്റർ M എന്നിന് ശേഷം വരുന്ന ലെറ്റർ O അപ്പൊ MO ആയിരിക്കും എന്നിന്റെ കോഡ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പെൻ എന്ന് പറയുന്നതിന്റെ കോഡ് P മുമ്പ് വരുന്ന ലെറ്റർ O പിക്ക് ശേഷം വരുന്നത് Q സോ OQ ഇക്ക് മുമ്പ് വരുന്ന ലെറ്റർ D ഇക്ക് ശേഷം F എന്നിന് മുമ്പ് വരുന്നത് M എന്നിന് ശേഷം O OQDFMO ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം 1/5 പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് 1/5 ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ എളുപ്പം എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഒരു ഡിനോമിനേറ്റർ സെയിം ആക്കുക ഇവിടെ 5 ക്യൂബ് ഉണ്ട് സോ എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം 5 ക്യൂബ് ആക്കാൻ ഒന്നാമത്തെ ഫ്രാക്ഷനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ അപ്പൊ എന്ത് കിട്ടും 5 സ്ക്വയർ ഡിവൈഡ് ബൈ 5 സ്ക്വയർ ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 5 സ്ക്വയർ ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 5 ക്യൂബ് എന്ന് കിട്ടും രണ്ടാമത്തെ 1/5 സ്ക്വയർ ഉണ്ട് 5 ക്യൂബ് ആക്കാനായിട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5/5 ക്യൂബ് എന്ന് കിട്ടും അടുത്ത 1/5 ക്യൂബ് തന്നെയാണ് മാറ്റി എഴുതിക്കുന്നത് എന്ത് കിട്ടി 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 പ്ലസ് 25/5 ക്യൂബ് ദെൻ 5/5 ക്യൂബ് പ്ലസ് 1/5 ക്യൂബ് ഡിനോമിനേറ്റർ സെയിം ആയി 5 ക്യൂബ് ഇൻറ്റു 25 30 31 31 31/5 ക്യൂബ് എന്ന് കിട്ടി 31/5 ക്യൂബ് എന്നാണ് കിട്ടിയിരിക്കുന്നത് കറക്റ്റാ നത്തിങ് ബട്ട് ഈക്വൽ ടു 31 ഡിവൈഡ് ബൈ 125 കറക്റ്റ് 31 ഡിവൈഡഡ് ബൈ 125 എന്ന് നമുക്ക് കിട്ടി സോ എന്താണ് 31 ഡിവൈഡഡ് ബൈ 125 എന്ന് പറഞ്ഞത് 31 ഡിവൈഡ് ബൈ 125 ഈക്വൽ ടു 0.248 എന്ന് കിട്ടും സോ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏക കാര്യം 5 ഇൻറ്റു 5 സ്ക്വയർ ഈക്വൽ ടു 5 ക്യൂബ് അതായത് a raised to x into a raised to y equal to a raised to x plus y എന്ന് കിട്ടും ക്ലിയർ ആ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2 raised to 3 into 3 സ്ക്വയർ 2 raised to 2 into 3 ക്യൂബ് എന്നീ സംഖ്യകളുടെ ലസാഗുവെന്ത് LCM ആണ് കണ്ടുപിടിക്കേണ്ടത് 2 raised to 3 into 3 സ്ക്വയർ ഇതാണ് ആദ്യത്തെ ഒരു നമ്പർ രണ്ടാമത്തേത് 2 സ്ക്വയർ into 3 ക്യൂബ് സോ നമ്മളിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് 2 സ്ക്വയർ into 3 സ്ക്വയർ ഉണ്ട് സോ ഒന്നാമത്തേൽ നിന്ന് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എടുത്താൽ ബാക്കി എന്തേ ഉള്ളൂ ഒരു 2 മാത്രമേ ഉള്ളൂ കറക്റ്റാ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എടുത്താൽ ബാക്കി 2 മാത്രമേ ഉള്ളൂ ഇവിടെ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എടുത്താൽ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ 3 മാത്രമേ ഉള്ളൂ കറക്റ്റാ ഇനി കോമൺ ആയിട്ട് ഒന്നും എടുക്കാനില്ല സോ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ എന്ത് കിട്ടും 3 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് 3 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് 3 ക്യൂബ് ഈസ് ഈക്വൽ ടു വാട്ട് 27 27 ഇൻറ്റു 2 ക്യൂബ് ഈക്വൽ ടു വാട്ട് 8 27 ഇൻറ്റു 8 അപ്പൊ എന്ത് കിട്ടും 27 ഇൻറ്റു 8 216 ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സോ ഇത് ചെയ്തപ്പം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക് മനസ്സിലായവർ ഇവിടെ കൂടെ സ്റ്റോപ്പ് ചെയ്തോളാം അല്ലാത്തവർക്ക് വേണ്ടി പറയാം അതായത് നമുക്ക് തന്നിരിക്കുന്നത് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ 3 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ ആണ് സോ നമ്മളിവിടെ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 രണ്ടാമത്തെ നമ്പർ എത്രയാണ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 അതാണ് 3 ക്യൂബ് ഇൻറ്റു 2 ഇൻറ്റു 2 കറക്റ്റാ രണ്ട് നമ്പറിനകത്തും 2 ഇൻറ്റു 2ഉം 3 ഇൻറ്റു 3യും 2 ഇൻറ്റു 2ഉം 3 ഇൻറ്റു 3യും കോമൺ ആണ് അപ്പൊ നമുക്ക് എന്തെടുക്കാം വെളിയിൽ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 വെളിയിൽ എടുത്താൽ ബാക്കി എന്തേ ഉള്ളൂ ബാക്കി ഇവിടെ ഒരു 2 ഉണ്ട് ഇവിടെ ഒരു 3 ഉണ്ട് സോ ഇനി എന്താണ് എൽസിയം കാണാൻ നേരെ മൾട്ടിപ്ലൈ ചെയ്യുക 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3 അപ്പൊ എന്ത് കിട്ടി 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് എന്ന് കിട്ടി 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് എന്ന് കിട്ടി സോ 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് എന്ന് പറയുന്നത് 216 ഓക്കെ സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി 216 ആയിരിക്കും ക്ലിയർ
നമ്മൾ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.